വെൽക്കം ബാക്ക് എവരി വൺ. ജനറേറ്റീവ് AI സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ ലാർജ് ലാംഗ്വേജ് മോഡലിനെ കുറിച്ചും അവയുടെ യൂസ് കേസസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജനറേറ്റീവ് AI കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. സോ എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന ടേമിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. പ്രോംപ്റ്റ് പ്ലസ് എഞ്ചിനീയറിംഗ്. സോ എന്താണ് പ്രോംപ്റ്റ്? Prompt is an input or instructions given to a large language model to generate a response or perform a task. അതായത് AI മോഡലിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇൻപുട്ടാണ് പ്രോംപ്റ്റ്. അതൊരു ക്വസ്റ്റ്യൻ ആകാം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആകാം, ഓർ എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആകാം. ബേസിക്കലി ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്താണ് ഒരു യൂസർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മോഡൽ മനസ്സിലാക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റൈറ്റ് എ സ്റ്റോറി അബൌട്ട് എ റോബോട്ട്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ്? റൈറ്റ് എ പൈത്തൺ ഫംഗ്ഷൻ ദാറ്റ് കാൽക്കുലേറ്റ് ദി ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഇതെല്ലാം ഓരോ പ്രോംപ്റ്റ് ആണ്. സോ പ്രോംപ്റ്റ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? ഇൻ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ക്രാഫ്റ്റിംഗ് ആൻഡ് ഒപ്റ്റിമൈസിംഗ് പ്രോംപ്റ്റ്സ് ടു ഗൈഡ് ദി ബിഹേവിയർ ഓഫ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ടു പ്രൊഡ്യൂസ് ദി ഡിസൈർഡ് ഔട്ട്പുട്ട്സ്. അതായത് മോഡൽസിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ കൃത്യത കൂട്ടുവാനും മോർ റിലയബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതിനും കോണ്ടെക്സ്റ്റുമായി പ്രസക്തിയുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതിനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്ന ഒരു പ്രോസസ്സാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ഇത് മനസ്സിലാക്കുവാൻ റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ നോക്കാം. രണ്ട് വ്യക്തികൾ തമ്മിലൊരു കോൺവെർസേഷൻ എടുക്കാം. ലെറ്റ്സ് സേ A and B. ഇതിൽ A എന്ന പേഴ്സൺ B എന്ന പേഴ്സണോട് ചോദിക്കുകയാണ്, വിച്ച് ഈസ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ദാറ്റ് യു ലൈക്ക്. അതിന് സെക്കൻഡ് പേഴ്സൺ ആൻസർ പറയുകയാണ് പാരീസ് എന്ന്. എന്നാൽ ഫസ്റ്റ് പേഴ്സൺ ഉദ്ദേശിച്ചത്, അതായത് A എന്ന വ്യക്തി ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചാണ്. ബട്ട് അവിടെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ക്ലാരിറ്റി ആകാനുണ്ട്. സോ അഗെയിൻ ഹി വിൽ ആസ്ക്, which is the best tourist place in India and why should you like that place? Give me more details. ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ദെൻ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കുവാൻ B എന്ന പേഴ്സണ് സാധിക്കുന്നു. സോ ഇതുപോലെ തന്നെ LLM മോഡലിനോടും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഇൻപുട്ട് പ്രോംപ്റ്റിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് ഔട്ട്പുട്ട് ബെറ്റർ ആക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. സോ ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഒരിക്കലും ജനറിക് ക്വസ്റ്റ്യൻസ് ആകരുത്. കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് വേണം പ്രോംപ്റ്റ് കൊടുക്കുവാൻ. സോ എന്തൊക്കെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ കീ ആസ്പെക്ട്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലാരിറ്റി. ക്ലിയർ ആൻഡ് സ്പെസിഫിക് പ്രോംപ്റ്റ്സ് കൊടുത്താൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. സോ ക്ലാരിറ്റി ഈസ് വൺ ഓഫ് ദി ആസ്പെക്ട് ഇൻ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് വൺ, കോണ്ടെക്സ്റ്റ്. സഫീഷ്യൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കുക. എക്സാമ്പിൾസിലൂടെ, അതായത് പ്രോംപ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൽ എക്സാമ്പിൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് LLMൽ നിന്നും നമുക്ക് ലഭിക്കും. നെക്സ്റ്റ് വൺ, ടാസ്ക് സ്പെസിഫിക്കേഷൻ. മോഡലിലേക്ക് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. എന്ത് ടൈപ്പ് ടാസ്ക് ആണ് നമുക്ക് വേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ സമ്മറൈസേഷൻ, ട്രാൻസ്ലേഷൻ, എക്സെട്ര. സോ ഇതൊക്കെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൻ്റെ കീ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ബേസിക് പ്രോംപ്റ്റും ഇംപ്രൂവ്ഡ് പ്രോംപ്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ബേസിക് പ്രോംപ്റ്റ് ആണ് സമ്മറൈസ് ദിസ് ആർട്ടിക്കിൾ. വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ്. ഈ ഒരു പ്രോംപ്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ബ്രീഫായിരിക്കും, വേഗമായിരിക്കും, കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടാകുകയില്ല. ഇനി ഇതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് പ്രോംപ്റ്റ് നോക്കാം. സമ്മറൈസ് ദി ഫോളോയിങ് ആർട്ടിക്കിൾ ഇൻ 3 ബുള്ളറ്റ് പോയിൻറ്റ്സ് ഫോക്കസിങ് ഓൺ ദി മെയിൻ ഐഡിയാസ് ആൻഡ് കീ ഫാക്ട്സ്. ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ റെസ്പോൺസ് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും, അതുപോലെ വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. സോ ബേസിക്കലി ഡീറ്റെയിൽഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് യൂസ്ഫുൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഗിവ് മീ എ റെസിപ്പി ഫോർ പാസ്റ്റ. ഇതൊരു ബേസിക് പ്രോംപ്റ്റ് ആണ്. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ജനറിക് റെസിപ്പി ആയിരിക്കും. എന്നാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെയായിരിക്കും. ഗിവ് മീ എ ഡീറ്റെയിൽഡ് റെസിപ്പി ഫോർ മേക്കിംഗ് ക്രീമി ഗാർലിക് പാസ്ത വിത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡിംഗ് ഇൻഗ്രീഡിയൻസ്, കുക്കിംഗ് ടൈം ആൻഡ് ടിപ്സ്. ഈ ഒരു പ്രോംപ്റ്റിൻ്റെ റിസൾട്ട് മോഡൽ ജനറേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റെസ്പോൺസ് ആയിരിക്കും. സോ ഇതുപോലെ ഏതൊരു സബ്ജക്റ്റിലും ബെറ്റർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലൂടെ സാധിക്കും. ചില കേസസിൽ 20 to 30 ലൈൻസ് ഓഫ് പ്രോംപ്റ്റ് വരെ കൊടുക്കാറുണ്ട്. അത്രയും ഡീറ്റെയിൽഡ് ആയിരിക്കും പ്രോംപ്റ്റ്. ടെക്സ്റ്റ് ബേസ്ഡ് മോഡലിനെ പോലെ തന്നെ മറ്റു മോഡൽസിലും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇമേജ് ജനറേറ്റിംഗ് മോഡൽസ് ലൈക്ക് ഡാലി, മിഡ് ജേണി എന്നിവ. ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്ന മോഡലിനെ ഒരു ബേസിക് പ്രോംപ്റ്റ് കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ എ ക്യാറ്റ് ഇൻ എ ഗാർഡൻ. ഈ ഒരു പ്രോംപ്റ്റിലൂടെ ഒരു ബേസിക് ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ എ വൈറ്റ് ക്യാറ്റ് സിറ്റിംഗ് ഓൺ എ സ്റ്റോൺ ബെഞ്ച്
in a colorful flower garden with sunlight filtering through the trees. ഇങ്ങനൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ കിട്ടിയ ഇമേജിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ടെക്സ്റ്റ് ബേസ്ഡ് മോഡൽസിലെ പ്രോംപ്റ്റും ഇമേജ് ജനറേറ്റിംഗ് മോഡൽസിലെ പ്രോംപ്റ്റും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് മോഡൽസിലെ പ്രോംപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ക്ലാരിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻ, കോണ്ടെക്സ്റ്റ് ആൻഡ് ഡീറ്റെയിൽ ആണ്. എന്നാൽ ഇമേജ് ബിൽഡിംഗ് മോഡൽസിൽ ഫോക്കസ് ചെയ്യുന്നത് വിഷ്വൽ ഡീറ്റെയിൽസ്, ഒബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻ, സ്റ്റൈൽ, ആർട്ടിസ്റ്റിക് എലമെൻറ്റ്സ് എന്നിവയാണ്. ഇതനുസരിച്ചാണ് ആക്യുറേറ്റ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. സോ മോഡൽസ് ഡിഫറെൻ്റ് ആകുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ക്ലിയർ, സ്പെസിഫിക് ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ഇൻപുട്സ് അപ്ലൈ ചെയ്യുക എന്നതാണ്. എന്നാൽ അതിൻ്റെ സ്പെസിഫിക് ടെക്നിക്സ് ഓരോ മോഡൽ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ വൈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഈസ് സോ പോപ്പുലർ? എന്തുകൊണ്ടാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇത്രയും പോപ്പുലർ ആകുന്നത്? നമുക്കറിയാം, കറൻ്റ്ലി IT ഇൻഡസ്ട്രിയിൽ AI ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ChatGPT, DALL-E, Midjourney, Gemini പോലുള്ള AI മോഡൽസ് കറൻ്റ്ലി IT ഇൻഡസ്ട്രിയിൽ വലിയ ചേഞ്ചാണ് വരുത്തിയിരിക്കുന്നത്. കറൻ്റ്ലി ഒരുപാട് ഇൻഡസ്ട്രിയിൽ AI മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടൻറ് ക്രിയേഷൻ, കസ്റ്റമർ സപ്പോർട്ട്, ഡിസൈൻ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രിയിൽ AI യൂസ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി AI ടൂൾസ് ആർ ഹെൽപ്പിംഗ് ബിസിനസ് ഇൻ വേരിയസ് വേയ്സ്. അതുകൊണ്ട് തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിന് വളരെ പ്രസക്തിയുണ്ട്. ഒരുപാട് AI മോഡൽസ് അവൈലബിൾ ആണ്. ബട്ട് അത് ശരിയായ രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റീവ് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ബേസിക്കലി ദി റെസ്പോൺസ് ജനറേറ്റഡ് ബൈ എൻ AI മോഡൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ക്വാളിറ്റി ഓഫ് ദി പ്രോംപ്റ്റ്. അതുകൊണ്ട് തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വളരെ പോപ്പുലറാണ്. AI മോഡലിനെ ബെറ്ററായി യൂസ് ചെയ്യാൻ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൊണ്ട് സാധിക്കുന്നു. ഇതിലെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വലിയ ടെക്നിക്കൽ നോളജ് ഇവിടെ ആവശ്യമില്ല. ഇതിനുവേണ്ടി കോഡിംഗ് പഠിക്കണമെന്നില്ല. എങ്ങനെ സ്മാർട്ടായിട്ടും ക്രിയേറ്റീവായിട്ടും പ്രോംപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വിൽ ഹെൽപ്പ് യു ടു സേവ് ടൈം ആൻഡ് ക്രിയേറ്റ് ബെറ്റർ കണ്ടൻറ്റ്. ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ്സ് ആൾ അബൌട്ട് നോയിങ് ഹൗ ടു സ്പീക്ക് ടു AI. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടുതൽ AI റിലേറ്റഡ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.